ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചക്കായ കൊണ്ട് പലതരം വിഭവങ്ങളാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഓണം സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസും ഉണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നേന്ത്രവാഴക്കയാണ് കേട്ടോ. ഇത് നല്ല മൂത്തിട്ടുള്ള പച്ച നേന്ത്രവാഴക്കയാണ്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തോല് കളയേണ്ട ആവശ്യമില്ല. തോല് നമുക്ക് വെള്ളപ്പയറൊക്കെ കൂട്ടി ഉപ്പേരി വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിവിടെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 4 നേന്ത്രവാഴക്കയാണ് ഇതിപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രവാഴക്ക ചാറ് വെക്കാനായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ കുമ്പളങ്ങയും നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇനി നേന്ത്രവാഴക്കയും കുമ്പളങ്ങയും കൂടി ഒരു മൺചട്ടിയിൽ ഇട്ടതിന് ശേഷം നമുക്കിതിൽ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും ഒരു 3 പച്ചമുളകുമാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എരിവും ഉപ്പും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഒന്ന് തിളക്കോളം ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 3 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് വാഴക്കായ വെന്തു നോക്കാം. വാഴക്കയും കുമ്പളങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കറി വയ്ക്കുന്ന സമയത്ത് മൺചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതാ വാഴക്കൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. ഏകദേശം ഒരു 3/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാം കേട്ടോ. നല്ല കട്ട പുളിയുള്ള തൈരാണെങ്കിൽ ഒരല്പം തൈര് കമ്മിയാക്കി ചേർത്താൽ മതി. അപ്പോൾ ഒരു 3/4 കപ്പ് തൈര് കൂടെ ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ചാണ് വെച്ചത് തൈര് ചേർത്തതിന് ശേഷം കേട്ടോ. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കൊരല്പം തൈരും തേങ്ങയൊക്കെ ചേർത്തപ്പോൾ അല്പം കുറവുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി താഴത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 3 വറ്റൽമുളക്, ഫ്ലെയിം ഓഫാക്കിയിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആ വറവിലേക്ക് ചേർത്തിട്ട് ഈ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉറപ്പായിട്ടും വറവ് തയ്യാറാക്കുമ്പോൾ ഇതുപോലത്തെ മോര് കറിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വാഴക്കയും എന്താ പറയുക കുമ്പളങ്ങയൊക്കെ ഇതുപോലെ ചാറ് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്ക്. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഓണം സ്പെഷ്യലായിട്ട് സദ്യക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറി കൂടിയാണ് കേട്ടോ. ഇപ്പോൾ അടുത്ത റെസിപ്പി നോക്കാം. അടുത്ത റെസിപ്പിക്കായിട്ട് ഞാൻ ഇതുപോലെ ഒരു 7 വാഴക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെള്ളത്തിലേക്ക് തോല് കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ റെസിപ്പിക്ക് നമ്മൾ തോല് കളഞ്ഞിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്താ പറയുക, മഞ്ഞൾപ്പൊടി ചേർക്കണ്ട, ഉപ്പ് മാത്രം ആ വെള്ളത്തിൽ ചേർത്താൽ മതി. എന്നിട്ട് ഈ വാഴക്കയുടെ 2 അറ്റവും നമുക്ക് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ തോല് കളയാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തോല് വേറെടുത്ത് എടുക്കാൻ പറ്റും. ഈ തോലാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ എന്താ പറയുക വെള്ളപ്പയറും അതുപോലെ മുതിര, വെള്ളപ്പയർ, ചെറുപയർ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉപ്പേരി വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നേന്ത്രവാഴക്കയുടെ ഒന്നും നമ്മൾ കളയാറില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ തോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ ഞാൻ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് എന്തെങ്കിലും ഇടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതിയാകും. എന്നിട്ട് നമുക്കിത് ആ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം.
പിന്നെ അതിവിടെ 7 എണ്ണമാണ് ആദ്യം എടുത്തിരുന്നത്. പിന്നെ ഞാൻ ഒരു 2 എണ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ടായ നേന്ത്രവാഴക്ക ആയതുകൊണ്ട് നാടൻ നേന്ത്രവാഴക്കയാണ്. അതുകൊണ്ട് അധികം വണ്ണവും ഇല്ല, വലിയ വലിപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് 2 എണ്ണം കൂടി അധികം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ടതാണ്. ഇനി നമ്മൾ ഈ നേന്ത്രവാഴക്ക ഇതുപോലെ ഒന്ന് 2ആയിട്ട് കട്ടാക്കുക നീളത്തിൽ. അതിനുശേഷം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ടാക്കി എടുക്കാം. ഇത് നമ്മൾ എന്താ പറയുക, ഇത് ശർക്കര വരട്ടിയില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യരുത്. എൻ്റെത് ഈ വാഴക്ക ഞാൻ പറഞ്ഞില്ലേ വണ്ണം കുറവും വലിപ്പം കുറവും ഒക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെറുതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ അത് ചെറുതായിട്ട് തന്നെയാണ് കട്ടാക്കി എടുത്തത്. ഒരുപാട് വണ്ണത്തിൽ കട്ട് ചെയ്തെടുത്താൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിത് ശരിക്കും ഇത് ഉള്ളൊന്നും ഫ്രൈ ആയി കിട്ടില്ല, കുറേ സമയം വെക്കേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ച് ഒരു 1/2 ഇഞ്ച് കനം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ഈ കട്ട് ചെയ്യുന്ന കനം നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പം ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വയ്ക്കാം. നമ്മൾ ആദ്യം ഉപ്പ് വെള്ളത്തിൽ ഒരു 15 മിനിറ്റാണ് ഇട്ട് വെച്ചത്. അതുപോലെ തന്നെ ഈ മഞ്ഞൾ വെള്ളത്തിലും ഇതൊരു 15 മിനിറ്റ് ഇട്ട് വെക്കണം. ഇങ്ങനെ ഇട്ട് വെക്കുന്നത് നമ്മുടെ ഈ നേന്ത്രവാഴക്കയിൽ അത്യാവശ്യം നല്ലോണം കറ ഉണ്ടാവും. ഈ കറകളൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇത് നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ നേന്ത്രവാഴക്കയിലെ കറ ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഒക്കെ നന്നായിട്ട് പോക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് ഞാൻ ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഒന്നിങ്ങനെ പിഴിഞ്ഞ് വേറെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിത് 2 പ്രാവശ്യം കേക്കിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം, ഈ മഞ്ഞൾ വെള്ളത്തിലും അത്യാവശ്യം ഈ നേന്ത്രവാഴക്കായൻ്റെ കറ ഇളകി വന്നിട്ടുണ്ട്. അപ്പം നല്ലോണം കറ പോക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനത് പിഴിഞ്ഞ് ഇതുപോലെ ഒന്ന് വെള്ളം വാരാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വാർത്ത് എടുക്കണം കേട്ടോ. തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു തുണിയിലിട്ടിട്ടോ നന്നായിട്ടൊന്ന് തോർത്തി എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഒപ്പിയിട്ട് നന്നായിട്ട് തോർത്തി എടുത്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഒന്നായിട്ട് നമ്മൾ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാനും താമസമാണ്, എല്ലാം പാടി കട്ടൊത്തുകയും ചെയ്യും. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ശർക്കര വരട്ടി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് പോകണ്ടോ കട്ട കുത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം 10 മിനിറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ എണ്ണയൊക്കെ ഇളയൊക്കെ നിന്ന് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കിലുകിലാന്ന് ഒരു സൗണ്ട് വരും. ആ സൗണ്ട് വരുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു വാഴക്ക വറുത്തത് റെഡിയായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് വാഴക്ക ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ, അത് ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആകണം. ഇതൊന്ന് ചൂടൊന്ന് ആറിയിട്ട് നമ്മളൊന്ന് കടിച്ച് നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിരിക്കണം, ഉള്ളും എല്ലാം നല്ല ക്രിസ്പി ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ശർക്കര വരട്ടി കറക്റ്റ് ആകുന്നത്. ഇപ്പം ചിലർ ഉണ്ടാക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇത്ര ഉണ്ടാക്കിയാലും നേരാവുന്നില്ല, തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു നല്ല ക്രിസ്പി ആവുന്നില്ല, കുഴഞ്ഞ മധുരം ഉണ്ടെന്ന്. അത് നമ്മൾ ഈ വാഴക്ക ഫ്രൈ ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്കാണ്. അപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം ഒരു എന്താ പറയുക ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്, മീഡിയം ഫ്ലെയിമിൽ ബാക്കി സമയവും വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു പൊടി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് മട്ടയരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ചുക്കാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊടികളൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം അങ്ങനെ ഇട്ടിട്ട് ഈ അരിയോടൊപ്പം പൊടിച്ചെടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ചെറിയൊരു തരിതരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ 4 വലിയ ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്.
ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ മെൽറ്റാക്കി ശർക്കരപ്പാനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ഉരുളിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉരുളി ചൂടായതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തെങ്കിലും തരികളോ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ശർക്കര അങ്ങോട്ട് പുകച്ചൂരൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു തേൻ്റെ പരുവത്തിൽ ഇങ്ങനെ ഇറ്റി വരുന്നത് ഇത് കറക്റ്റ് പരുവാണ് കണ്ടോ. ഇങ്ങനെ ഒരു തേനൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ വിട്ട് ഇറ്റി വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള കായ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളിത് കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ഇത് ഇറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഇത് ഉണ്ടയായിട്ട് കിടക്കും. ശർക്കര ഇങ്ങനെ ഉണ്ടയായിട്ട് കട്ടയായിട്ട് കിടക്കും. അത് കറക്റ്റ് പാകാം കേട്ടോ. ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിതാ നമ്മുടെ എന്താ പറയുക വാഴക്കായ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കാം. ഈ ശർക്കരപ്പാനി ഈ വാഴക്കയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ ഇതിൽ അരി വറുത്ത് പൊടിച്ചിക്കണു. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഇല്ലെങ്കിൽ അരി ചേർക്കേണ്ട ആവശ്യമില്ല. അവസാനം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാര ഇല്ലേ, നമ്മുടെ തരിതരിയായിട്ടുള്ള പഞ്ചസാര, അത് ഇതിൻ്റെ മുകളിലേക്ക് ഏറ്റവും അവസാനം ഫ്ലെയിമൊക്കെ ഓഫാക്കി ജസ്റ്റ് ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും വേർവിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ അരി വറുത്തത് ചേർത്തു എന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അരിപ്പൊടി വേണമെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊടി, ഏലക്ക, ചെറിയ ജീരകം, അതുപോലെ തന്നെ നമ്മൾ ചുക്കൊക്കെ എടുത്തിട്ടില്ലേ, കുരുമുളകും, അതെല്ലാം അരിയൊക്കെ ചേർത്ത് പൊടിച്ചത് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇപ്പോൾ ചൂടുണ്ടല്ലോ, ചെറിയ ചൂടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് തണുക്കാൻ കാത്തിക്കണ്ട, ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഈ പൊടി ചേർക്കുന്ന സമയത്ത് തന്നെ ഇത് വേർവിട്ട് ഇളകി വന്നോളൂ കേട്ടോ. അപ്പം പൊടി കുറച്ചായിട്ട് പല പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഓണം സ്പെഷ്യലായിട്ടുള്ള എന്താ പറയുക ശർക്കര വരട്ടിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഓണത്തിനൊക്കെ നമുക്ക് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ശർക്കര വരട്ടിയൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടി കുറച്ചായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ഇതെല്ലാം പാട് ഇങ്ങനെ കണ്ടോ വേർവിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കണ്ടോ ഇങ്ങനെ ഇത് കുറേയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് ഇതാക്കിയാൽ മതി കേട്ടോ, ഒന്ന് വേർവിടുത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിടുകിടാന്നിങ്ങനെ അങ്ങനെ സൗണ്ടില്ലേ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ കൂടുതൽ ചേർത്തതുകൊണ്ടാണ് കളർ ഇങ്ങനെ ഒരു വെള്ള കളർ ഇരിക്കുന്നത് കണ്ടോ. നല്ല ഇത് പൊട്ടിച്ച് തന്നെ നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കായ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി എന്താ പറയുക ശർക്കര വരട്ടിയാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തതൊരു വാഴക്കപ്പേരിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഐറ്റം തന്നെയാണ് വാഴക്കപ്പേരി. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ വാഴക്കപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ തോലൊന്നും കളയുന്നില്ല കേട്ടോ. നല്ല ചെറുതാക്കി കട്ടാക്കിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ് അതിൻ്റെ വാഴക്കാൻ്റെ ആ കറയൊക്കെ ഒന്ന് പോക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാഴക്ക നമ്മൾ ചെറുതായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 3 വലിയ വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് വേകാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളക്കോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും മൺചട്ടി ആകുമ്പോൾ. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊഴിച്ച വെള്ളവും വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. അടിയിൽ ഒരു 2 സ്പൂണോളം വെള്ളമേ ഉള്ളൂ, അത് കുഴപ്പമില്ല, അത്രയും വേണം.
അപ്പോൾ അതായത് നമുക്ക് വെന്തോന്ന് നോക്കാം. കണ്ടോ, അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ഈ വാഴക്ക വേകുന്ന സമയത്ത് നല്ലൊരു വാഴക്ക വേകുന്നൊരു നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു 10ഓളം വരുന്ന ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ കട്ടാക്കി എടുത്തതാണ്, അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 4 വറ്റൽ മുളകൊന്ന് ഇടിച്ചെടുത്തതാണ്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. അതാണ് സ്പെഷ്യൽ 2 ചേരുവ ചേർത്തിട്ട് ഇതിനെ വെറൈറ്റി ആക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളകും വെളുത്തുള്ളി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഉപ്പേരി കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ വെന്തിട്ടുള്ള നമ്മുടെ വാഴക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്ത ആ വറവക്കില്ലേ അതെല്ലാം മേലേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി അടിയെന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു വാഴക്കപ്പേരിയാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ ഇത് പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ഉപ്പേരിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം കൊണ്ട് നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വാഴക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് പിന്നീട് ഇത് യൂസ് ആക്കിയാൽ മതി കേട്ടോ. നല്ല സൂപ്പർ മണമാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായവും അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ കുറച്ച് വാഴക്ക നേരത്തെ ഞാൻ തോല് കളഞ്ഞതുകൊണ്ട് പിന്നെ തോല് കളഞ്ഞത് കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് വാഴക്ക ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം ഞാൻ ഇതുപോലെ ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് തോർത്തി എടുക്കുക കേട്ടോ. തോർത്തിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. പിന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വാഴക്ക ഇങ്ങനെ ചീകി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചീകുന്ന സാധനം ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് വട്ടത്തിൽ നൈസാക്കി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലിങ്ങനെ ഗ്രേറ്റ് ആക്കി എടുക്കുന്നു. നമ്മൾ വാഴക്കയാണെങ്കിലും വലിപ്പമില്ലാത്ത ചെറിയ വാഴക്കയല്ലേ, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഈ ഒരു വാഴക്ക ഇത് ചിപ്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ആദ്യം മുതലും അവസാനം വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ആ തിളക്കലൊക്കെ അടങ്ങി നല്ല കിലുകിലാന്ന് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വെച്ചിട്ടുള്ള വെള്ളം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ നന്നായിട്ട് തിളച്ചിങ്ങനെ ഇതായി വരും. അപ്പം തന്നെ ആ തിളയൊക്കെ അടങ്ങി നല്ല സ്ലോ ആകുകയും ചെയ്യും. ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ഇതുപോലെ നേന്ത്ര വാഴക്ക പച്ച ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുകൊണ്ട് സ്നാക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമാണ് സ്നാക്കെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സ്നാക്കിൻ്റെ വീഡിയോയും ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ കോരി എടുക്കുന്നുണ്ട്. ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ, ഇനി നമ്മൾ ഫ്ലെയിം ഒന്നും കുറയ്ക്കരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിൽ നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണം അതിനനുസരിച്ച് ചേർക്കാം. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ വെള്ളം ഉപ്പും കൂടി ഇങ്ങനെ എണ്ണയിലേക്ക് അവസാനം ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നീങ്ങി നിന്ന് ഒഴിച്ചോട്ടോ, അല്ലെങ്കിൽ അടുത്തിങ്ങനെ മുഖത്തേക്കൊന്നും ഇങ്ങനെ ആകരുത്, ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഒരുപാടൊന്നും ഇങ്ങനെ പൊങ്ങി തെറിക്കൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി ഒന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ഒന്ന് അതിൻ്റെ തിളയെല്ലാം ഒന്ന് അടങ്ങി ഒന്ന് ഇങ്ങനെ സ്ലോ ആകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് റെസിപ്പിയാണോ കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റിനായിട്ട് ഞാനിവിടെ വെയിറ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അഭിപ്രായം അറിയിക്കൊണ്ട് കേട്ടോ. ഇതേപോലെ ഞാനിത് മുഴുവനും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ചിപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു ലൈക്ക് തരാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.